ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം സിനിമാ മേഖലയിൽ നിന്നാണ്. അത് സിനിമാ സമരം ഒഴിവാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചതിന് പിന്നാലെ യോഗം ചേരാൻ ഒരുങ്ങുകയാണ് ഫിലിം ചേംബർ. ഇന്ന് രാവിലെ 11 മണിക്ക് കൊച്ചിയിൽ യോഗം ചേരും. സർക്കാരിന് മുന്നിൽ സമർപ്പിക്കേണ്ട ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. GSTക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക, താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ജൂൺ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലായിരുന്നു സമരത്തിന് യാതൊരു പിന്തുണയും ഉണ്ടാവില്ല എന്ന താരസംഘടനയായ അമ്മ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, അവിടെ ഒരു മഞ്ഞുരുകൽ നടക്കുന്നു. ഇന്നിപ്പോ ചർച്ച, ഒരു യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു ഐക്യത്തോടെ സർക്കാരിന് മുന്നിലേക്ക് സിനിമാ മേഖലയുടെ മൊത്തം പ്രശ്നങ്ങളെ എത്തിക്കുക, അങ്ങനെ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് സംഘടനകൾ മുഴുവൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കാം ശ്രീജ. കഴിഞ്ഞ ദിവസം ചേർന്ന ഫിലിം ചേംബർ യോഗത്തിന് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ ശക്തമായി തന്നെയാണ് ഉന്നയിച്ചത്. ഈ സമരവുമായി മുന്നോട്ട് തന്നെ പോകും, ആരും ഒപ്പമുണ്ടായില്ലെങ്കിൽ പോലും. കാരണം അമ്മ പിന്തുണയ്ക്കില്ല എന്ന് അറിയിച്ചിരുന്നു. ഈ ഒപ്പം തന്നെ ചില സംവിധായകരും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ആര് പിന്തുണച്ചില്ലെങ്കിലും സമരവുമായി മുന്നോട്ട് തന്നെ പോകും. കാരണം സിനിമ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ കോവിഡിന് ശേഷം വലിയ രീതിയിൽ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ കോടികൾ സിനിമ മലയാളത്തിലെ ഈ അടുത്തിറങ്ങിയ കുറെ സിനിമകൾ കോടികൾ കൈവരിച്ചു എന്നൊക്കെ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫലത്തിൽ ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക മെച്ചം ഉണ്ടായിട്ടില്ല. തിയേറ്റർ ഉടമകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായിക്കോട്ടെ വലിയ സാമ്പത്തിക മെച്ചം ഉണ്ടായിട്ടില്ല എന്ന ഉറച്ച വാദത്തിൽ നിൽക്കുകയാണ് അവരും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാരിന്റെ GSTക്ക് പുറമെ വിനോദ നികുതി കൂടി ഏർപ്പെടുത്തുക എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഒപ്പം സിനിമാ താരങ്ങളുടെ പ്രതിഫലം, അവരിങ്ങനെ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പ്രതിഫലം ഇങ്ങനെ കോടികളാണ് വാങ്ങുന്നത്. ഇതൊക്കെ താങ്ങുന്നതിനും അപ്പുറമാണെന്നാണ് ഫിലിം ചേംബറിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 1 മുതൽ ഒരു സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അനിശ്ചിതകാല സമരം. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സിനിമാ തിയേറ്ററുകൾ അടച്ചിടും, ഒരു പുതിയ സിനിമ പോലും റിലീസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി നിന്നത്. പക്ഷേ സർക്കാർ ഇതിലൊരു അനുനയത്തിലേക്ക് നീങ്ങുകയാണ്. അതെന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് അത് ചർച്ച ചെയ്യാമെന്ന് ഇന്നലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അനൌദ്യോഗികമായി ഇവരെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന ഫിലിം ചേംബർ അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഇവരൊരു സമരത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിജയമായിരിക്കും. ഈ എമ്പുരാനൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ സമരമൊക്കെ അത് മലയാള സിനിമയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പല സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലേക്ക് പോകേണ്ട, ഒരു സമാധാന ചർച്ചയിലൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വഴിയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ചേരുന്ന യോഗത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർക്ക് അറിയിക്കേണ്ടത്, സർക്കാരിനെ അറിയിക്കേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്, ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിക്കാനായിരിക്കും ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിക്കുക. ഒപ്പം ഈ സൂചനാ പണിമുടക്ക് മാർച്ച് 25-ന് മുന്നേ തന്നെ ഒരു സൂചനാ പണിമുടക്ക് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സർക്കാർ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച സാഹചര്യത്തിൽ സൂചനാ പണിമുടക്ക് ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഫിലിം ചേംബർ യോഗത്തിൽ ചർച്ച ചെയ്യുക. എന്താണ് ഇനി അവരുടെ അടുത്ത തീരുമാനം? സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് അറിയിച്ച സ്ഥിതിക്ക് എന്താണ് ഫിലിം ചേംബറിന്റെ നിലപാട് എന്നത് കൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. അത് 11 മണിക്കാണ് കൊച്ചിയിൽ വെച്ച് യോഗം ചേരുന്നത്. യോഗത്തിന് ശേഷം നമുക്ക് അതിലൊരു കൃത്യത വരാൻ കഴിയും. ഒപ്പം ഈ അമ്മ സംഘടന ഈ സമരത്തിന് പിന്തുണ നൽകുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം മലയാള സിനിമ കരകയറുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു സമരവുമായി മുന്നോട്ട് വന്നാൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും പോകുമെന്നാണ് അമ്മയുടെ നിലപാട്. പക്ഷെ എന്താണ് ഇനി ഫിലിം ചേംബറിന്റെ അന്തിമ തീരുമാനം എന്ന് നമുക്ക് ഇന്നറിയാൻ കഴിയും. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.